എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രമാണ്. ജ്യോതിഷം നോക്കുന്നവരെ നിങ്ങൾ ദൈവമായി കാണുകയും അവരുടെ കാൽകളിൽ വീണ് നമസ്കരിക്കുകയും ചെയ്യരുത്. അവരും നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജ്യോതിഷ ഫലങ്ങളിൽ പണം വരുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും. എല്ലാവർക്കും പണം വരുമോ, ഞങ്ങൾക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ. ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും ഓരോ സൈസിലുള്ള കുടമാണ്. അതിൽ ഒഴിക്കാവുന്ന വെള്ളം മാത്രമേ അതിൽ ഒഴിക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളുമ്പിപ്പോകും. പണം വരുമെന്ന് പറയുമ്പോൾ പണം തീർച്ചയായും വരും. അത് യാചകനായാലും ശരി, കോടീശ്വരനായാലും ശരി. അവരവരുടെ ജാതക ബലം അനുസരിച്ചും പണവരവിനനുസരിച്ചും തീർച്ചയായിട്ടും പണം വരും. ഒരു വ്യക്തിക്ക് അപകടം സംഭവിക്കുമെന്ന് പറയുമ്പോൾ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തിക്ക് സൈക്കിളിലും, കാളവണ്ടി ഓടിക്കുന്ന വ്യക്തിക്ക് കാളവണ്ടിയിലും, കാർ ഓടിക്കുന്ന വ്യക്തിക്ക് കാറിലുമാണ് അപകടമുണ്ടാകുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ മനുഷ്യൻ്റെയും ജനനകാല ജാതകത്തിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്, അതിനനുസരിച്ചാണ് ഫലങ്ങളും. ഈ കർക്കിടക മാസത്തിലെ മകരരാശിക്കാരുടെ ജ്യോതിഷ ഫലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരിക്കലും ആരുടെ മുമ്പിലും തല കുനിയരുത് എന്ന് വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിരിക്കുന്ന മകരരാശിക്കാർക്കാണ് ഈ ആടിമാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാലചക്രത്തിൽ 10ാമത് രാശിയാണ് മകരരാശി. നിങ്ങൾക്ക് രാജഗ്രഹങ്ങളായ ഗുരുവും ശനി ഭഗവാനും വളരെ നല്ല സ്ഥാനങ്ങളിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസവും നിങ്ങൾക്ക് വളരെ നല്ല മാസമായിട്ട് ആയിത്തീരും. ഒരുപാട് കാലം മകരരാശിക്കാർ അനുഭവിച്ച കഷ്ടങ്ങൾക്കും യാതനകൾക്കും ഇനി പടിപ്പടിയായിട്ട് തീർവ് കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നമനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതിന് ഈ ആടിമാസവും നിങ്ങൾക്ക് ഫലമുണ്ടാക്കും. 2ൽ രാഹു, 3ൽ ശനി ഭഗവാൻ, 5ൽ ചൊവ്വ അങ്കാരകൻ, 6ൽ ബുധൻ, 7ൽ സൂര്യനും വ്യാഴവും ചേർന്നിരിക്കുകയാണ്. 8ൽ കേതുവും ശുക്രനുമാണ് ചേർന്നിരിക്കുന്നത്. ചന്ദ്രൻ 2.25 ദിവസത്തിൽ ഓരോ സ്ഥാനവും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് കർക്കിടക മാസത്തിലെ മകരരാശിക്കാരുടെ ഗ്രഹനില. കർക്കിടക മാസം ആരംഭിക്കുമ്പോഴുള്ള ഗ്രഹനില. നിങ്ങളുടെ 4ാം സ്ഥാനാധിപതി എന്ന് പറയുന്ന അങ്കാരകൻ 5ാം സ്ഥാനത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സുഖങ്ങൾ ഉണ്ടാകും. സുഖങ്ങളെന്ന് പറയുമ്പോൾ വാഹന സുഖമുണ്ടാകാം, ഭൂമി വാങ്ങിയിട്ടിട്ട് അതിൽ നിന്നും സുഖമുണ്ടാകാം, വീട്ടിനുടെ സാഹചര്യങ്ങൾ മൂലം സുഖങ്ങളുണ്ടാകാം, മക്കൾ മൂലവും സുഖങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സുഖങ്ങളുണ്ടോ അതൊക്കെ ഈ കർക്കിടക മാസം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ അനുഭവിക്കാൻ പറ്റും. ആടിമാസം 17ാം തീയതി വരെ എന്ന് വെച്ചാൽ കർക്കിടക മാസം 17ാം തീയതി വരെ അങ്കാരകൻ ചൊവ്വാഗ്രഹം നിങ്ങളുടെ 5ാം ഇടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. 5ാം ഇടത്തിൽ 4ാം സ്ഥാനാധിപതി 5ാം ഇടത്തിലിരിക്കുന്നത് കൊണ്ട് അളവിന് അധികമായിട്ടുള്ള സുഖങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങിച്ച് അതിൽ നിന്നും ഒരു സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്ന കാലഘട്ടമാണ് മകരരാശിക്കാർക്ക്. ഉത്രാടം 2, 3, 4 പാദങ്ങളും, തിരുവോണം 4 പാദങ്ങളും, അവിട്ടം 1, 2 പാദങ്ങളും അടങ്ങിയതാണ് ഈ മകരരാശിക്കാർ. നിങ്ങളുടെ 7ാം ഇടത്തിൽ സൂര്യനും വ്യാഴവും ചേർന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് വിവാഹത്തിനുള്ള കരുക്കൾ നീക്കും ഈ 2 ഗ്രഹവും ചേർന്ന്. സാധാരണയായിട്ട് സൂര്യൻ ഗ്രഹം 7ാം ഇടത്തിൽ തനിച്ചിരുന്നാൽ അത് സ്വന്തം ജാതകത്തിലായാലും കോട്സാര രീതിയായിട്ട് ഇരുന്നാലും വിവാഹം തടസ്സപ്പെടും എന്നുള്ളതാണ് ഫലം. പക്ഷേ മുഴു ശുഭഗ്രഹമായിട്ടുള്ള വ്യാഴം ഗ്രഹത്തിൻ്റെ കൂടെ സൂര്യൻ ചേർന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് 9-10 വർഷമായിട്ട് വിവാഹപ്രായം കഴിഞ്ഞും ഇപ്പോൾ 35-40 വയസ്സുള്ള മകരരാശിക്കാർക്കും വിവാഹമാകാത്ത മകരരാശിക്കാർക്കും പിന്നെ ഇപ്പോൾ വിവാഹപ്രായമായിട്ടിരിക്കുന്ന മകരരാശിക്കാർക്കും വിവാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും
ഈ കർക്കിടക മാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. അപ്പോൾ ഈ വാക്ക് കൊടുക്കുന്ന നിങ്ങൾ സംസാരിച്ചൊക്കെ ഉറപ്പിച്ചു വെക്കാം. എൻഗേജ്മെൻറ്റ് അതുപോലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ഈ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ ചെയ്യുന്നതാണ് വളരെ നല്ലത്. കർക്കിടക മാസത്തിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും ചെയ്യാനുള്ള സമയമല്ല. അത് നിങ്ങൾക്ക് ഒന്ന് സംസാരിച്ച് വെക്കാം. സാധാരണയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ 2-ാം ഇടത്തിൽ രാഹുവും 8-ാം ഇടത്തിൽ കേതുവുമാണ് ഇരിക്കുന്നത്. നാഗഗ്രഹങ്ങൾ 2-8 ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് മുമ്പേ കൂട്ടി ഒന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വിവാഹ കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുവരുമ്പോൾ നിങ്ങൾ ഇപ്പം വധുവിനോടോ അല്ലെങ്കിൽ വരനോടോ നിങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും വാക്കുകൾ കൊണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേണമെന്നേ പറഞ്ഞുകൊണ്ടോ ഈ വിവാഹം മുടക്കാൻ, നിങ്ങൾ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. വാക്കുസ്ഥാനത്ത് രാഹു ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളറിയാതെ തന്നെ ചില വാക്കുകൾ പിഴകൾ സംഭവിക്കാൻ സാധ്യതകൾ ഉണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന വധു ആയാലും വരനായാലും, മകരരാശിക്കാർക്ക് ഇപ്പോൾ വരുന്ന വധു ആയാലും വരനായാലും നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ 7-ാം ഇടത്തിലിരിക്കുന്ന വ്യാഴവും കൂടെ ചേർന്നിരിക്കുന്ന സൂര്യനും ചേർന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വധൂവരന്മാർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ തന്നെ സ്വത്തും പണവും ഒക്കെ ചേർന്ന് എടുത്തുകൊണ്ടായിരിക്കും വരുന്നത്. നല്ല വസതിയുള്ള വീട്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാകാൻ സാധ്യതകൾ കൂടുതൽ. അതുമാത്രമല്ല 7-ാം ഇടത്തിലിരുന്ന് വ്യാഴവും സൂര്യനും ചേർന്ന് നിങ്ങളുടെ 11-ാം ഇടത്തിലോട്ട് നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ലാഭമുണ്ടാകും. അതുമൂലം ഒരുപാട് സന്തോഷവും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ മകരരാശിക്കാർക്കുണ്ട്. ഈ കർക്കിടക മാസം 16-ാം തീയതി വരെ വിദ്യാർത്ഥികൾ പഠിപ്പിൽ മാത്രം ഗൗനം വയ്ക്കുക. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലൊന്നും ഉഴപ്പരുത്. പരീക്ഷകളുള്ളവരൊക്കെ പരീക്ഷയുടെ ഒരു ദിവസം മുമ്പേ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഉഴപ്പിയിട്ടിരിക്കരുത്. മുമ്പേ കൂട്ടി പഠിച്ച് മനഃപ്പാഠമാക്കി വയ്ക്കുക. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രധാനം വിദ്യാഭ്യാസം തന്നെയാണ്. അതുപോലെ മകരരാശിക്കാരായിട്ടുള്ള നിങ്ങൾക്കും വിദ്യാഭ്യാസം തന്നെയാണ് വളരെ മുഖ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ്. വേറെ ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരാൻ പാടില്ല. ഈ കർക്കിടക മാസം 16-ാം തീയതി 7-ാം ഇടത്തിലിരിക്കുന്ന സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും കൂടെ ബുധനും വന്നു ചേരുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഗ്രഹനിലയാണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രഹനില ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് മകരരാശിക്കാരുകളായിട്ടുള്ള കലാകാരന്മാർക്കാണ്. കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങളും പണവും പുകഴുമൊക്കെ നിങ്ങളെ തേടി വരുന്ന കാലഘട്ടമാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾ മുന്നേറുക. മാത്രമല്ല ജ്യോതിഷന്മാർക്കും, ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ജ്യോതിഷന്മാർക്കും ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ നല്ല കാലഘട്ടമാണ് ഈ 3 ഗ്രഹങ്ങൾ ചേരുന്ന സമയം. ചെറുതായിട്ടൊന്ന് എടുത്തു പറയാനുള്ളത്, മകരരാശിക്കാർക്ക് ഇത്തരം ഗ്രഹക്കൂട്ടുകൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യനില ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നം വന്ന് വിലകിപ്പോകും. ആ സമയത്ത് നിങ്ങൾ അമ്മയുമായിട്ട് വഴക്കിടാനോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാനോ ഒന്നും വഴിയുണ്ടാക്കരുത്. ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് തീയതി പറയുകയാണെങ്കിൽ 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ദിവസങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതുവരെ നിങ്ങളുടെ ഗ്രഹനിലയിലെ 2-ാം ഇടത്തിലിരുന്ന രാഹു നിങ്ങൾക്ക് വാക്കുസ്ഥാനം, കുടുംബസ്ഥാനം, ധനസ്ഥാനം എന്നൊക്കെ പറയുന്ന സ്ഥലത്തിരുന്ന് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇനി ഓരോ മാസങ്ങൾ പോകെ നിങ്ങൾക്ക് രാഹുവിൻ്റെ ശക്തി കുറഞ്ഞു വരും. ഇപ്പോഴേ കുറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പണപരമായും കുടുംബപരമായും ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എപ്പോഴെല്ലാം നിങ്ങളുടെ 8-ാം ഇടത്തിലിരിക്കുന്ന കേതുവിൻ്റെ കൂടെ ചന്ദ്രൻ വന്ന് ചേരുന്നു, അപ്പോഴെല്ലാം നിങ്ങളുടെ വെളിവട്ടാരങ്ങളിലുള്ള പഴക്കവഴക്കങ്ങളും നിങ്ങളുടെ സംസാരവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് നിങ്ങൾ പുതിയതായിട്ടൊന്നും ആലോചിക്കാനോ പുതിയതായിട്ട് തുടങ്ങാനോ ഒന്നും പോകരുത്. ബിസിനസ് ചെയ്യുന്നവർ, തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർ അതിനകത്ത് വേറെ എന്തെങ്കിലും യുക്തികൾ കൈയാണ്ട് പുതിയതായിട്ട് ആരംഭിക്കാനോ ഒന്നും പോകരുത്. ഉദ്യോഗം നോക്കുന്നവർ, കൂടെ ജോലി ചെയ്യുന്നവരടുത്തൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകണം. വാക്കുകൾ ഓരോന്നും ശ്രദ്ധിച്ചുപയോഗിക്കണം. കാരണം ഈ കർക്കിടക മാസം മകരരാശിക്കാർക്ക് 2 പ്രാവശ്യം ചന്ദ്രനും കേതുവും ചേരുന്നുണ്ട്. ഈ കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ തന്നെ ചന്ദ്രനും കേതുവും ചേർന്നിരുന്നിട്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ 28, 29 ഉള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ചന്ദ്രനും കേതുവും
നിങ്ങൾക്ക് 8-ാം ഇടത്തിൽ ചേരുന്നുണ്ട്. സാധാരണ ചന്ദ്രൻ 8-ാം ഇടത്തിൽ വരുമ്പോൾ ചന്ദ്രാഷ്ടമം എന്ന് പറയും. അത് കേതുവും കൂടെ ചേർന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. ഈ മാസം നിങ്ങളോട് പറയാനുള്ളത് ചുമ്മാ നിങ്ങൾ ചീത്ത കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ ചീത്ത പഴക്കവഴക്കങ്ങളിലോ ചെന്ന് ചാടരുത്. ഈ പ്രത്യേകിച്ച് നമ്മളുടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ചീത്ത പഴക്കവഴക്കങ്ങൾ വരുന്നത് തന്നെ ഒരു തമാശയായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് സിഗരറ്റ് വലിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ കുട്ടികൾ ആദ്യമൊക്കെ അതൊരു തമാശയായിട്ട് ആരംഭിക്കുമെങ്കിലും പിന്നീട് അത് വളരെ അത് അഡിക്റ്റായി പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തമാശയായിട്ട് പോലും ഈ കർക്കിടക മാസം ചീത്ത കൂട്ടുകെട്ടുകളും പോകരുത്, ചീത്ത പഴക്കങ്ങളിലും നിങ്ങൾ പോകരുത്. ഈ കർക്കിടക മാസം 18-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ 8-ാം ഇടത്തിൽ കേതുവിൻ്റെ കൂടെ ഇരുന്ന ശുക്രൻ സ്ഥാനം മാറി അടുത്ത സ്ഥാനത്തോട്ട് പോകും. ഈ 8-ലിരുന്ന ശുക്രൻ 9-ാം ഇടത്തിലോട്ട് പോകുമ്പോൾ തന്നെ, ആ സ്ഥാനം മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും പണവരവും പുകഴും എല്ലാം ചേർത്തിട്ടാണ് അവർ 9-ാം ഇടത്തിലോട്ട് മാറുന്നത് തന്നെ. 5-നും 10-നും അധിപതിയായ ശുക്രൻ 8-ാം ഇടത്തിലിരുന്ന് 9-ാം ഇടത്തിലോട്ട് മാറുന്നത് തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. സാധാരണ മകരരാശിക്കാർ എന്ന് പറയുന്നത് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നിങ്ങളോട് എനിക്ക് എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ മകരരാശിക്കാരോട് ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കയ്യിൽ കാശില്ലെങ്കിലും കടം വാങ്ങിച്ച് ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ് മകരരാശിക്കാർ. അത് ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 10 രൂപ എടുത്ത് ദാനധർമ്മം ചെയ്താൽ മതി. അപ്പം നിങ്ങൾ കടം വാങ്ങിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലവും അതിനകത്തില്ല. ആദ്യം നിങ്ങൾ സെറ്റിലാവണം, അതിനുശേഷമാണ് ദാനധർമ്മം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർക്കിടക മാസം എല്ലാ മകരരാശിക്കാരുടെ മനസ്സിലും ദാനങ്ങൾ ധർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അതിൻ്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമേ ദാനവും ധർമ്മവും ഒക്കെ ചെയ്താൽ മതി. സ്വന്തം ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് മറ്റവർക്ക് ദാനം ചെയ്യാൻ പോയി നമ്മൾ വീണ്ടും ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടിരിക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിപരമായിട്ടുള്ള നീക്കമല്ല. തൊഴിൽ സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ തൊഴിൽ ഏത് തരം തൊഴിലായാലും, അത് ചെറുകിട രീതിയിൽ ഫുട്പാത്തിലൊക്കെ വ്യാപാരം ചെയ്യുന്നവരായാലും, വലിയ കമ്പനി ഫാക്ടറീസ് മൾട്ടി നാഷണൽ ലെവലിൽ വെച്ചിരിക്കുന്നവർക്കായാലും, അവരുടെ എല്ലാ തൊഴിൽ വ്യാപാരം ബിസിനസ്സും കുതിച്ചു വരുന്ന സമയമാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ കർക്കിടക മാസം പ്രതീക്ഷിക്കാത്ത പണവരവും ആദായവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഈ കർക്കിടക മാസത്തിൽ ആഡംബര സാധനങ്ങൾ വിൽക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ ആഡംബരങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നവർക്കും തയ്യാർ ചെയ്യുന്നവർക്കും, സൗന്ദര്യവർദ്ധക സാധനങ്ങൾ വിൽക്കുന്നവർക്കും തയ്യാർ ചെയ്യുന്നവർക്കും, വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്നവർക്കും സ്വർണ്ണക്കട വെച്ചിരിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ മകരരാശിക്കാർ പ്രേമിക്കുന്നവർക്ക് കൗമാരപ്രായത്തിലും യൗവനത്തിലുമൊക്കെ നിന്ന് തുടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കാമുകിയുമായിട്ട് വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സമയമാണ്. ചൊവ്വായ് ഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പൊതുവായിട്ട് പ്രേമിക്കുന്നവർക്ക് കാമുകി പുറകിലിരിക്കുമ്പോൾ വണ്ടി കുറച്ച് സാഹസികമായിട്ട് ഓടിക്കണമെന്നൊക്കെ തോന്നും. അത് ഈ മാസം വേണ്ട. ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് എടുത്തു പറയുകയാണ്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ അമ്മയുമായിട്ട് വഴക്കിടാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകാനോ സാധ്യത ഉണ്ടാകരുത്. കാരണം ഇതിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്യുന്നതാണ് നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യും. മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മകരരാശിക്കാർക്ക് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു മനോഹരമായ മാസം തന്നെയാണ്. പണവരവും മനസ്സിന് സന്തോഷവും കുടുംബത്തിൽ സന്തോഷവും എല്ലാം ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്നിടത്തും സന്തോഷമുണ്ടാകും. തൊഴിൽ വ്യാപാരം ചെയ്യുന്നവരാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഒരുപാട് നടക്കും. പണവും ലാഭവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള മാസം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ എല്ലാ സന്തോഷത്തിൻ്റെ ഇടയിലും ഞാൻ വീണ്ടും പറയുകയാണ്, 2-ാം ഇടത്തിൽ രാഹു ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളറിയാതെ തന്നെ ഏതെങ്കിലും പറയാൻ പറ്റാത്ത വാക്കുകളോ സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാക്കുകളോ വായിൽ നിന്ന് വരാതെ ശ്രദ്ധിക്കണം. പണപരമായി ബിസിനസ് ചെയ്യുന്നവർ, ബാങ്ക് പോലുള്ള ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്വർണ്ണപ്പണയത്തിന് പണം കൊടുക്കുന്നവർ, ചിട്ടി പിടിക്കുന്നവർ, പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ, ഇങ്ങനെ പണപരമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വളരെ മനോഹരമായിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പരാധീനതകളും മാറി ഈ മാസം
നല്ല ലാഭവും സന്തോഷവും ഉണ്ടാകുന്ന സമയമാണ്. അതിലൊന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് ലക്ഷക്കണക്കിന് 50 ലക്ഷം 100 ലക്ഷം 1 കോടി 2 കോടി എന്നൊക്കെ നിങ്ങൾ മണി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ രേഖകളും ശരിയാണോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ചെയ്താൽ മാത്രം മതിയാകും. മറ്റു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ മകരരാശിക്കാർക്കും ഈ കർക്കിടക മാസം വളരെ മനോഹരമായിട്ടുള്ള സമയം തന്നെയാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് നന്ദി. ഓലച്ചുവടി.